വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതിന് ഇന്നലെ ഒരു ചെറിയ അനുഭവം ഉണ്ടായി. നമ്മൾ ഇത് കല്യാണ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് വിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുമല്ലോ. ഫോട്ടോഗ്രാഫറെല്ലാം ഫുഡ് കഴിക്കാൻ പോകും. ഇപ്പോൾ ലാസ്റ്റ് ആയിരിക്കും, ഒരു 4 മണിക്കെല്ലാം ആയിരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ കല്യാണ പെണ്ണിനും ചെക്കനും കൂടെ വന്ന ആൾക്കാർക്കും സെപ്പറേറ്റ് ടേബിളെല്ലാം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടേബിളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കാറ്ററിങ്ങിൻ്റെ ആ സൈഡിലെ ആ ബൊഫെ അതിലായിരിക്കും ഫുഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കെല്ലാം എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ടാവും. അതായത് കബാബ്, ചില്ലി എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ ഫോട്ടോയെല്ലാം എടുത്ത് ആ മൊമെൻ്റെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് കൈ കഴുകിയിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ പ്ലേറ്റ് ഇല്ല. അപ്പോൾ പ്ലേറ്റിന് വെയിറ്റ് ചെയ്യും ഒരു 10 മിനിറ്റ്. പ്ലേറ്റിന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ആ വേസ്റ്റിലിട്ട പ്ലേറ്റ് അവിടെ കഴുകിയിട്ട് കൊണ്ടുതരും. കൊണ്ടുവന്നിട്ടാകുമ്പോൾ ടിഷ്യൂ വെച്ച് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഫുള്ള് ഓയിലും ആ കളറും ആയിരിക്കും. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറൊരു മൊമെൻ്റ് എടുക്കാനുണ്ടല്ലോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത് അതിൽ തന്നെ ഫുഡ് എടുക്കും. അപ്പോൾ സാർ കബാബ് കാലി, ചില്ലി കാലി, എല്ലാം കാലി. അപ്പോൾ ഒരു ചോറും കുറച്ച് കറിയിലെടുത്ത് പുറത്തിങ്ങനെ നിന്നു. അങ്ങനെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരോ ഒരാൾ വന്നിട്ട്, കാറ്ററിങ്ങിൻ്റെ ആരാന്ന് തോന്നുന്നു, എല്ലാ കാറ്ററിങ്ങാരും പറയുന്നതല്ല, ചില കാറ്ററിങ് ആരോ ഒന്ന് കബാബ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കബാബ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് അതെടുത്തിട്ട് അയക്കാൻ കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലക്ക് ദേഷ്യം വരുന്നതായിരിക്കും, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അത് നല്ലോണം വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു കബാബും കുറച്ച് ചോറെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാപ്പി അല്ലേ. അതുവരെ ഇല്ലാത്തൊരു അവസ്ഥ ഫോട്ടോഗ്രാഫേഴ്സിനുണ്ട്. അത് ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ബാക്കി അവിടെ പോയിരുന്ന ഗസ്റ്റായിട്ട്, ഇപ്പോൾ ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഗസ്റ്റ് പോലെ തന്നെയല്ലേ. അപ്പോൾ ഈ കാറ്ററേഴ്സിൻ്റെ അവർ നമ്മളെ എന്തുകൊണ്ട് ആ രീതിക്ക് കാണുന്നില്ല കാര്യത്തിൽ. ഈവൻ വെള്ളം ചോദിച്ചവർ അവരിലില്ല. ബോട്ടിൽ വെള്ളമാണ് ഇപ്പോൾ കൊടുക്കുന്നത്, ഭയങ്കര ചൂടല്ലേ. ബോട്ടിലിൻ്റെ വെള്ളം ചോദിച്ചവർ അവരിലില്ല. അവർ വെള്ളം തീർന്നു. പക്ഷേ ആ ടേബിൾ, അവർ കാറ്ററേഴ്സിൻ്റെ ടേബിളിൻ്റെ അടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലോഡഡ് ആയിരിക്കും. ഐസ്ക്രീം ചോദിച്ചാൽ ഐസ്ക്രീം തീർന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർ ആരും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ വരുന്ന അസിസ്റ്റൻറ്റിനും അവർ വേറൊരു രീതിക്കാണ് കാണുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് അറിയുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യും.